സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അല്ലെങ്കിൽ അതിനൊരു ബേസിക് നോളജ് കിട്ടിയതിന് ശേഷം എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നൊരു മെയിൻ ടോപ്പിക് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഫ്രഞ്ച് റവല്യൂഷൻ. Okay, the French Revolution was a time of social and political upheaval in France and its colonies that began in 1789 and ended in 1799. ആക്ച്വലി ഫ്രഞ്ച് റവല്യൂഷൻ സോഷ്യൽ പൊളിറ്റിക്കൽ അപ്പീലായിരുന്നു, വളരെ വലിയൊരു പ്രക്ഷോഭമായിരുന്നു. എന്ന് വെച്ചാൽ എന്താ പറയുക, വളരെ വലിയൊരു ക്രിയേറ്റിംഗ് പ്രോബ്ലം തന്നെയായിരുന്നു. സോഷ്യൽ പരമായിട്ടായാലും പൊളിറ്റിക്കൽ ഇഷ്യൂസിലായാലും ഫ്രഞ്ച് റവല്യൂഷൻ വളരെ വലിയൊരു പങ്ക് അതിന് വഹിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്ത് 1789 1799 ഇത് അവസാനിച്ചു. ഫ്രഞ്ച് റവല്യൂഷൻ ഇൻസ്പയർഡ് ബൈ റിബലർ റാഷണൽ ഐഡിയാസ്. ഇറ്റ്സ് ഓവർ ത്രൂ ദ മൊണാർക്കി ഇൻഫ്ലുവൻസ്. മൊണാർക്കി ആയിരുന്നു, അത് നമ്മൾ കോസ്റ്റസ് ഓഫിലും പറഞ്ഞിരുന്നു, രാജവംശം തന്നെയായിരുന്നു. ഓക്കെ, ദ ഡിക്ലൈൻഡ് അബ്സല്യൂട്ട് മൊണാർക്കീസ് ഇൻ അതർ പാർട്ട് ഓഫ് ദ യൂറോപ്പ്. ആക്ച്വലി നോട്ട് ഓൺലി ഇൻ ദ ഫ്രാൻസിൽ മാത്രമല്ല, ഇൻ ദ ഓൾ യൂറോപ്യൻ കൺട്രീസിലും എന്ത് തന്നെയായിരുന്നു, രാജവംശം തന്നെയായിരുന്നു. ഫ്രഞ്ച് revolutionary movement that shook France between 1787 and 1799. ഫ്രഞ്ച് റവല്യൂഷൻ ഏത് കാലഘട്ടത്തിലായിരുന്നു? 1787 to 1789 and reached the climax എന്ന് വെച്ചാൽ എൻഡിലോട്ട് വന്നത് എപ്പോഴായിരുന്നു? 1789 ഓക്കെ, അതിന് പറയുന്ന ഒരു പേരാണ് റവല്യൂഷൻ ഓഫ് 1789 വാർ എന്ന് ചോദിക്കുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ ചോദിക്കുന്നതും രണ്ടും സെയിം ആൻസർ തന്നെ. ആക്ച്വലി വാട്ട് ഈസ് റവല്യൂഷൻ ഓഫ് 1789 എന്നൊരു ക്വസ്റ്റ്യൻ വന്നാലും വാട്ട് ഈസ് ആൻസർ? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഫ്രഞ്ച് റവല്യൂഷൻ. denoted the end of the Asian dream in France and serving also distinction that even from the later French Revolution of 1813 and 1844. Actually this French Revolution അവസാനിച്ചെങ്കിൽ പോലും ഈ ലേറ്റർ അതിനുശേഷമായാലും ഈ പൊളിറ്റിക്കലും സോഷ്യൽ പരമായിട്ടായാലും ഒരുപാട് റവല്യൂഷൻസ് വന്നിരുന്നു. ഏത് കാലഘട്ടത്തിൽ? 1813 1814 എന്ന് വെച്ചാൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു അത് ഫേസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ഓഫ് 1789. ദ റവല്യൂഷൻ ഓഫ് 1789 ഓൾറെഡി പറഞ്ഞിരുന്നു. സോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻവോൾവ്മെൻറ്റ് ഇൻ അമേരിക്കൻ റവല്യൂഷൻ 1776. ആക്ച്വലി നമ്മൾ കോഴ്സസിൽ പറഞ്ഞിരുന്നു, കോളനിവൽക്കരണം, അമേരിക്കൻ കോളനീസ് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രാൻസുകാരെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. സോ അറ്റ് ദ എനി കോസ്റ്റ്, അതിന് അവരെന്ത് വില കൊടുത്തും ഫ്രാൻസുകാർ അമേരിക്കൻ കോളനീസിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഓക്കെ, Costly after that left the country's estate and nearby Pactness King Louis. Extracted spending also did not help the matters. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ കിങ് നമ്മൾ പറഞ്ഞിരുന്നത് എന്താ പറയുക, വളരെ ലാവിഷ് ലൈഫായിരുന്നു. ഹീ സ്പെൻഡിങ് മോർ ടൈംസ് ആൻഡ് മോർ മണി. ഓക്കെ, ഭയങ്കര ഒരു എക്സ്പെൻസീവ് ലൈഫ്സ് ആയിരുന്നു അവിടുത്തെ കിങ് ലൂയിസ് 16 നമ്മുടെ ഫ്രാൻസിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ലാവിഷ് ലൈഫായിരുന്നു. സോ ആ ഒരു ടൈമിലുണ്ടായ കോളനിവൽക്കരണങ്ങളാണ് ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് എത്തപ്പെട്ടത്. ആൻഡ് empty royal coffers, poor harvest and full hungry തന്നെയായിരുന്നു. ഫുഡിനൊക്കെ വളരെ പ്രൈസ് കൂടുതലായിരുന്നു. എന്താ പറയുക, പുവർ പീപ്പിൾസ് ആയാലും അർബൺ ആയിക്കോട്ടെ റൂറൽ ലൈഫിലായിക്കോട്ടെ ഒരുപാട് പീപ്പിൾസ് ആർ ഫേസിങ് ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ്. കാര്യം ഫുഡ് വാങ്ങി കഴിക്കാനുമായിട്ടുള്ളത് ആ ഒരു പ്രൈസൊക്കെ ഭയങ്കര ഇൻക്രീസിങ് ആയിരുന്നു. നോട്ട് ഓൺലി ദ ഫുഡ് ഐറ്റംസിന് മാത്രമായിരുന്നില്ല, ഫുൾ എക്സ്പെൻസീവ് മെഡിസിൻ ആയാൽ പോലും തന്നെ ദ ഫേസ്ഡ് ഫുൾ ഓഫ് എക്സ്പെൻസീവ് ആയിരുന്നു. പ്രൈസൊക്കെ വളരെ കൂടുതലായിരുന്നു. അതിന് പുറമെ അതിൻ്റെ ടാക്സും വേറെ ഉണ്ടായിരുന്നു. ദിസ് മാറ്റേഴ്സ് ഫർദർ ഇംപോസിഷൻ ദ ടാക്സ് പ്രൊവൈഡ് ബൈ ദ നോൺ റിലീഫ്. ടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരു ധാരണയും കൂടാതെ വളരെ രീതിയിൽ എന്നൊരു ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി ഫുഡ് ഐറ്റംസിനായാലും മെഡിസിൻസ് ആയാലും ക്ലോത്ത്സിനായാലും നമ്മുടെ ഡെയിലി ലൈഫ്സിന് എന്തൊക്കെ ആവശ്യങ്ങളുള്ളൂ അതെല്ലാം തന്നെ വളരെ എക്സ്പെൻസീവ് തന്നെയായിരുന്നു. അതിന് പുറമേ ആയിരുന്നു അവർ ടാക്സും ഈടാക്കൊണ്ടത്. ആസ് എ റിസൾട്ട് ഒരുപാട് സ്ട്രൈക്സ് വന്നു. ഓക്കെ, ഒരുപാട് സ്ട്രൈക്സ് വരികയും സമരങ്ങൾ ഒരുപാട് ജനങ്ങൾ നടത്തിയിരുന്നു. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് 1786 യൂണിവേഴ്സൽ ലാൻഡ് ടാക്സ് പ്രപ്പോസ്ഡ് ബൈ ദ കൺട്രോൾഡ് ജനറൽ ചാൾസ് അലക്സാണ്ടർ ഡി കോളനി. സോ ഇതിനൊരു അവസാനം വേണമെന്നുള്ള ഒരുപാട് സമരങ്ങൾ വന്നപ്പോഴത്തേക്കും കമ്പനികളായാലും ഒരുപാട് നാശനഷ്ടം സംഭവിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ 1789 ചാൾസ് അലക്സാണ്ടറുടെ കീഴിലായിരുന്നു എന്താണ് ടാക്സ് റവന്യൂ ബേസ്ഡ് അദ്ദേഹം ഹാൻഡിൽ ചെയ്തു.
This tax reform could be no longer extend privileged class like a clergy and nobility has had been cases of centuries. സോ അദ്ദേഹത്തിൻ്റെ കീഴിലായാൽ പോലും തന്നെ അദ്ദേഹം ക്ലർജി നോബിൾസൊക്കെ നോക്കി തന്നെയായിരുന്നു ടാക്സിൻ്റെ ന്യൂ ലോയ്സും റവല്യൂഷൻസെല്ലാം കൊണ്ടുവന്നത്. The suspended the king summoned the Estates General to pass this measure. The Estates General was assembled to represent the French nobility, clergy and middle class. The last time the estate was generally called the 1614. Then the date of the meeting was fixed in the May 5th and 1789. ആക്ച്വലി 1614 ഒരു മീറ്റിങ്ങിൽ കൂടാനുള്ളതായിരുന്നു. പക്ഷേ അത് ആ മീറ്റിംഗ് ഫിക്സ് ആയത് എപ്പോഴായിരുന്നു? എത്രയോ വർഷങ്ങൾക്ക് ശേഷം 1789 ഇനി ഒക്ടോബറിൽ നോക്കുകയാണെങ്കിൽ ഇൻ ഒക്ടോബർ 1789 കിങ് ലൂയിസ് ആൻഡ് ഹിസ് ഫാമിലി മൂവ്ഡ് ബൈ ദ കിങ് ലൂയിസും എല്ലാം തന്നെ എങ്ങോട്ട് മാറി? വെർണസിലേസിലോട്ട് മാറി. അവിടുത്തെ ഒരു റോയൽ പാലസിലോട്ട് അവർ മാറാനായിട്ട് തീരുമാനിച്ചു. ടു പാരീസിലായിരുന്നു. ഫ്രാൻസിൽ നിന്നും അവർ പാരീസിലോട്ട് പോയി. ഹി റൈറ്റ് ടു ഫീ ഇൻ 1789 ബട്ട് ഹി സ്റ്റോപ്പ് ടു ഫോഴ്സ് എഗ്രി ടു ന്യൂ ഫോം ഓഫ് ഗവൺമെന്റ് റീപ്ലേസിങ്. പക്ഷെ ഒരു ഗവൺമെന്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു പവറിനെ വിട്ടുകൊടുത്തോണ്ടായിരുന്നില്ല, കിങ് ലെജിസ്ലേറ്റീവിന് വിട്ടുകൊടുത്തോണ്ടായിരുന്നില്ല അവർ മൂവ് ചെയ്തത്. ഫുൾ അവരുടെ കീഴിൽ തന്നെയായിരുന്നു, കിങ് ലൂയിസിന്റെ കീഴിൽ തന്നെയായിരുന്നു. പക്ഷേ അവർ മൂവ് ടു റോയൽ പാലസ് ടു ഫ്രാൻസിലോട്ട് പാരീസിലോട്ട് മൂവ് ചെയ്തു. ആൻഡ് ഒക്ടോബർ 79 ടു സെപ്റ്റംബർ 72 വരെ ആയിരുന്നു അവരുടെ സ്റ്റേ ചെയ്തത്. നാഷണൽ കൺവെൻഷൻ റിപ്പബ്ലിക് ഫ്രാൻസ് വാസ് ഡിക്ലെയർഡ് ആസ് സൂൺ ആസ് ദ കിങ് ഹാസ് പുട്ട് ട്രയൽ ടു റവല്യൂഷൻ ബിക്കേം മോർ റാഷണൽ ആൻഡ് വയലന്റ്. അവരുടെ കിങ് ലൂയിസ് 16ന്റെ റൂൾസും റെഗുലേഷൻസും കാരണം ഒരുപാട് യുദ്ധങ്ങൾ വാർ നടക്കുകയും കോളനിവൽക്കരണങ്ങൾ നടക്കുകയും സോഷ്യൽ പരമായിട്ടായാലും പൊളിറ്റിക്കൽ പരമായിട്ടായാലും ഒരുപാട് രീതിയിൽ വയലൻസ് ആയിരുന്നു. ഇതിനൊരു കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ മെനി ഹിസ്റ്റോറിയൻസ് റിഗാർഡ് ഫ്രഞ്ച് റവല്യൂഷൻ ആസ് എ ടേണിംഗ് പോയിന്റ് ഓഫ് ഹിസ്റ്ററി. ടേണിംഗ് പോയിന്റ് ഓഫ് ഹിസ്റ്ററി നമുക്ക് എന്താ പറയുക, ഫ്രഞ്ച് റവല്യൂഷനെ പറയാനായിട്ട് സാധിക്കും. ആൻഡ് നോർത്ത് അമേരിക്ക വേർ ദ സെയിം ഐഡിയാസ് ഇൻഫ്ലുവൻസ് ഡിക്ലറേഷൻ ഹാസ് എ ഇൻഡിപെൻഡൻസ് ആൻഡ് അമേരിക്കൻ റവല്യൂഷൻ. അമേരിക്കൻ റവല്യൂഷനായിട്ട് മാറുകയും ഫ്രഞ്ച് റവല്യൂഷനായിട്ട് മാറുകയും ചെയ്ത ഫേമസ് സ്ലോഗൻ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനിലാണ് വന്നത്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി എന്നൊരു സ്ലോഗൻ ഉയർന്നു വന്നത് എന്തിലായിരുന്നു? ഫ്രഞ്ച് റവല്യൂഷനിലായിരുന്നു. കോൾഡ് എവരി പേഴ്സൺ റൈറ്റ് ടു ഫ്രീഡം ആൻഡ് ഈക്വൽ ട്രീറ്റ്മെന്റ്. എല്ലാവർക്കും, അല്ലാതെ നോബിലിറ്റിക്കും ക്ലർജിക്കും നോബിൾസിനും മാത്രമല്ല ഉള്ളതല്ലല്ലോ ഈ രാജ്യം. ഈക്വൽ പേഴ്സൺസ്, ഈക്വൽ റൈറ്റ് ടു ഇക്വാലിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി എന്നൊരു സ്ലോഗൻ ഉയർന്നു വരികയും എല്ലാവർക്കും തുല്യമായിട്ട് സമത്വം വേണം എന്ന് ഉയർന്നു വന്നത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻസായിരുന്നു. Across France, as a rest of the European concludes, the revolution were huge. There were many new developments, including the fall as a monarchy changes. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് അതിന് ശേഷം രാജവംശം അവസാനിക്കുകയും നല്ല രീതിയിൽ ഗവൺമെൻറ് വരികയും എല്ലാവർക്കും തുല്യത ലഭിക്കുകയും ചെയ്തിരുന്നു. Thank you. Thanks for watching my video. Please like, share and subscribe my channel. Thank you.